ഇടതുപക്ഷ ആഭിമുഖ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ കോൺഗ്രസ് നേതാവായിരുന്നു, വൈദ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അച്ഛൻ ഇന്ദിരാഗാന്ധിയുടെ ഇങ്ങനെ ചിത്രമുള്ള ഒരു ബാഡ്ജ് ഇങ്ങനെ വെച്ചുകൊണ്ട് 1972 മറ്റോ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വയലാർ രവിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിൻ്റെ വളരെ തരളമായ ഓർമ്മ എനിക്കറിയാം. പിന്നീട് ഞങ്ങളൊക്കെ വളർന്നു വന്നു. ഞാൻ ഇടതുപക്ഷത്തിൽ SFIയുടെ സാംസ്കാരിക രംഗത്തും ഒക്കെ സജീവമായി വന്നു. ലോകമാകമാനം, കേരളത്തിലാകമാനം ഒരു ഇടതുപക്ഷ ചിന്താഗതി ഇങ്ങനെ വളരെ നന്നായി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ പിന്നെ രാഷ്ട്രീയം പതിയെ പതിയെ ഉപേക്ഷിക്കുകയായിരുന്നു. എന്താണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് ഇന്നത്തെ വെളിച്ചത്തിൽ പറയുമ്പോൾ പലരും തർക്കിച്ചേക്കാം. പക്ഷേ ഒരു 50 വർഷം മുമ്പ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇല്ലാത്തവർക്കും ഒന്നും നേടാൻ സാധിക്കാത്തവർക്കും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പക്ഷമായിട്ട് വന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഭൂപരിഷ്കരണം, പിന്നീട് ജാതി മത കോട്ടകളുടെയൊക്കെ തകർത്തുകൊണ്ട് ജന്മികുടിയൻ വ്യവസ്ഥയ്ക്കെതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ, അങ്ങനെ കേരളത്തെ ഉണർത്തിയെടുക്കുന്നതിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, ഉച്ചനീചത്വങ്ങൾ മാറ്റിവെക്കുക, അയിത്തത്തിനെതിരെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കേളപ്പനെ പോലെ കോൺഗ്രസ്സിൽ വളരെ ഉയർന്നു നിൽക്കുന്നവരൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ പിന്തുടർച്ചയുടെ ഒരു സമൃദ്ധി കാണുന്നത് നമ്മളിപ്പോൾ സുകുമാർ അഴീക്കോട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണെങ്കിലും പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവിനെ പോലെ അവസാന കാലം ഒരു 20 വർഷത്തോളം വർത്തമാനം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരിൽ വന്നിട്ടുള്ള അപജയം കൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നല്ല ഒരുപാട് നേതാക്കളൊക്കെ ഉണ്ടെങ്കിലും സംഘടിതമായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റിയതിനേക്കാളും നാട്ടിൽ വളരെ ജനോപകാരമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു സന്ദേശവും പ്രചരിപ്പിക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് SFIയിലൂടെയും പിന്നെ DYFIയിലൂടെയും ഒക്കെ ഞാൻ അതിൻ്റെ സാംസ്കാരിക രംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് എഴുതിയപ്പോഴൊക്കെ കീഴാള സൗന്ദര്യബോധം എനിക്ക് അറിയാതെ വന്നത് മനഃപൂർവ്വമല്ല. അതെൻ്റെ അച്ഛൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായിരുന്നുവെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ്. അച്ഛൻ്റെ മതേതരത്വവും ജാതി ഒന്നും പരിഗണിക്കാതെയുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ഇരുകാലിമാടുകളോടും പക്ഷികളോടും എല്ലാ സസ്യങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ്. അമ്മ ഇങ്ങനെ മാവ് അരിവട്ടിയിൽ ഇങ്ങനെ മാവ് ഇങ്ങനെ നനച്ച മാവിങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക രാത്രിക്ക് മാവേ കണ്ടോ പ്ലാവേ കണ്ടോ ഓരാണ്ടൊരിക്കൽ വരും അരിയോരി അമ്മയ്ക്ക് അരിയോഹരി 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 ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ചിരിക്കും. ഞാനും മറന്നുപോയി മക്കളെ എന്ന് പറയും. അമ്മ ഇങ്ങനെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച്, കാർത്തികയാണ്, അങ്ങനെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഇങ്ങനെ മാവിനും പ്ലാവിനും ഒക്കെ അരിപ്പൊടി വിതറി കൊടുക്കുന്ന ഒരമ്മ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അമ്മ ഇപ്പോഴും എൻ്റെ ഭാഗ്യം കൊണ്ട്, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ആ അമ്മയുടെ നല്ല ഒരു ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനേക്കാളും വലിയൊരു പാഠം പഠിപ്പിക്കുന്ന അമ്മയുണ്ടോ? ഈ ഉറുമ്പുകൾക്കും മാവിനും പ്ലാവിനും മുരടിനും പേഴിനും എല്ലാത്തിനും ഇങ്ങനെ അരിപ്പൊടി വിതറി കൊടുക്കുന്ന ഒരമ്മ, സന്ധ്യയ്ക്ക് വിളക്കും കൊളുത്തിയിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ വീടിന് ചുറ്റും ഇങ്ങനെ പാടിപ്പാടി നടക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ മകനല്ലേ ഞാൻ? എല്ലാവർക്കും കാശില്ലെങ്കിൽ വിഷമിക്കേണ്ട, രോഗം മാറട്ടെ എന്ന് പറഞ്ഞ് കാശില്ലാതെ ചികിത്സിക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു അച്ഛൻ്റെ മകനല്ലേ ഞാൻ? എനിക്ക് അത് മനസ്സിൽ നിന്ന് തൂത്ത് കളയാൻ പറ്റില്ല. ഇപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരമ്മ വിറച്ച് ചായ കുടിക്കാൻ നിവർത്തിയില്ലാതെ ഇങ്ങനെ കയ്യിലിരുന്ന് വിറയ്ക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് എന്താ അമ്മ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ വർത്തമാനം പറയും. എനിക്ക് സാധ്യമാണെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷേ ചില അമ്മമാർ നമ്മളിങ്ങനെ നോക്കും, ആരാ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മോനാണ്. എവിടെ നിന്ന് വരണം ചോദിക്കും. അമ്മ ഈ കാശൂടെ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അമ്മയുടെയൊക്കെ നോട്ടം കാണുമ്പോഴേ കേരളത്തിൽ എന്തുമാത്രം കഷ്ടസ്ഥിതിയിൽ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഉള്ളത്.